നമസ്കാരം. നമുക്കറിയാം 3 മാസം മുന്നേ 2024 നവംബർ 27 ഹോണ്ടയുടെ ഇലക്ട്രിക് സ്കൂട്ടർ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. 2 മോഡൽ വണ്ടികളാണ് അന്ന് ഹോണ്ട നമ്മളെ പരിചയപ്പെടുത്തിയത്. ആക്ടിവ ഇ എന്ന് പറഞ്ഞൊരു സ്വാപ്പബിൾ ബാറ്ററി ടെക്നോളജിയുള്ള ഒരു മോഡലും QC1 എന്ന ഫിക്സ്ഡ് ബാറ്ററി മോഡലുള്ള മറ്റൊരു മോഡലും. ഈ 2 മോഡൽ വണ്ടികളുടെയും ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ അന്ന് ഈ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ 2 വണ്ടികളുടെയും കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഹോണ്ട അന്ന് പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നില്ല. ഈയിടെ കുറച്ച് ദിവസം മുന്നെയാണ് ഹോണ്ട അവരുടെ ആക്ടിവ ഇ എന്ന മോഡലിന്റെ ബാറ്ററി സ്വാപ്പിങ്ങിന്റെ സബ്സ്ക്രിപ്ഷൻ പ്ലാന് പുറത്തുവിട്ടത്. ആക്ടിവ ഇക്ക് 2 വേരിയന്റ് വണ്ടികളാണ് ഉള്ളത്. 1,17,000 രൂപയാണ് ബേസ് വേരിയന്റിന്റെ എക്സ്ഷോറൂം വില. റോഡിൽ ഇറങ്ങുമ്പോഴേക്കും ടാക്സും ഇൻഷുറൻസും രജിസ്ട്രേഷനും ഒക്കെ അടക്കം ഇതിന്റെ വില ഏകദേശം 1,35,000 രൂപയ്ക്ക് അടുത്ത് നമ്മൾ കൊടുക്കേണ്ടി വരും. അതേപോലെ 1,52,000 രൂപയാണ് ടോപ്പ് എൻഡ് വേരിയന്റിന്റെ വില. എക്സ്ഷോറൂം വിലയാണ് കേട്ടോ. ഇത് റോഡിൽ ഇറങ്ങുമ്പോഴേക്കും ഏകദേശം നമ്മൾ 1,70,000 രൂപയ്ക്ക് അടുത്ത് കൊടുക്കേണ്ടി വരും. ആക്ടിവ ഇയുടെ ടെക്നിക്കൽ സ്പെക്സ് നമ്മളൊന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ ഇതിന് 6 കിലോവാട്ട് PMSM ബെൽറ്റ് ഡ്രൈവ് മോട്ടോറാണ് കൊടുത്തിരിക്കുന്നത്. 22 ന്യൂട്ടൺ മീറ്റർ ടോർക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. 80 km/h ആണ് ഇതിന്റെ ടോപ്പ് സ്പീഡ്. 1.5 കിലോവാട്ട് അവറിന്റെ 2 ലിഥിയം അയൺ സ്വാപ്പബിൾ ബാറ്ററിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ 2 ഫുൾ ചാർജ് ബാറ്ററികളിൽ നിന്നും, അതായത് 3 കിലോവാട്ട് അവർ ബാറ്ററികളിൽ നിന്നും 102 കിലോമീറ്റർ ക്ലെയിംഡ് റേഞ്ച് ആണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത്. വണ്ടിക്കും മോട്ടോറിനും 3 വർഷം അല്ലെങ്കിൽ 50,000 കിലോമീറ്റർ ആണ് വാറന്റി നൽകിയിരിക്കുന്നത്. ആവശ്യമെങ്കിൽ ഈ വാറന്റി നമുക്ക് 5,900 രൂപ എഡീഷണൽ ആയിട്ട് കൊടുത്ത് 5 വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കും. ഈ ഹോണ്ട ആക്ടിവ ഇയിലെ ബാറ്ററി സ്വാപ്പബിൾ ടെക്നോളജി ആയതുകൊണ്ട് തന്നെ ബാറ്ററി വാറന്റിയെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം ഇത്രയും കാശ് കൊടുത്ത് നമ്മൾ ഈ വണ്ടി വാങ്ങിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് വണ്ടിയുടെ ഷെല്ല് മാത്രമാണ്. ബാറ്ററി നമുക്ക് ലഭിക്കുന്നില്ല. ബാറ്ററി സത്യം പറയുകയാണെങ്കിൽ അവരുടേതാണ്. നമ്മൾ വാടകയ്ക്ക് എടുത്തിട്ടാണ് ഓടിക്കുന്നത്. അതിനാണ് BAAS എന്ന് പറയുന്നത്, ബാസ്, അതായത് ബാറ്ററി ആസ് എ സർവീസ്. ഈ ബാറ്ററി കേടായാലും അതുപോലെ തന്നെ റിപ്പയർ ഒക്കെ ചെയ്യേണ്ടി വന്നാലും അവർ നോക്കിക്കോളും. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ബാറ്ററിയെ കുറിച്ച് ഒന്നും അറിയേണ്ടെന്നർത്ഥം. ഈ ഒരു ബാസിനെ കുറിച്ചിട്ട് പെട്ടെന്ന് ഒരാൾ കേൾക്കുന്ന സമയത്ത് സംഗതി കൊള്ളാലോ അല്ലേ, ഒരു വണ്ടി വാങ്ങിക്കളയാം എന്നൊക്കെ തോന്നിപ്പോവും. പക്ഷെ അങ്ങനെ തോന്നിയാലും അതിൽ നമുക്ക് തെറ്റ് പറയാൻ സാധിക്കില്ല. കാരണം നമുക്കറിയാം നിലവിലെ സാഹചര്യത്തിൽ ഒരു ഇലക്ട്രിക് സ്കൂട്ടറിന്റെ പകുതിയോളം വില ബാറ്ററിക്ക് നമ്മൾ കൊടുക്കണം. അതുപോലെ തന്നെ ബാറ്ററി കേടായാലും മാറ്റണ്ടേ എന്നൊക്കെ പേടിയാണ് പലർക്കും. പക്ഷെ ഇതിപ്പം ബാറ്ററിയുടെ എല്ലാ കാര്യങ്ങളും കമ്പനി നോക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് യാതൊരു തലവേദന ഇല്ലല്ലോ അല്ലേ. പക്ഷെ അതിനുശേഷം, അതായത് ഈ ബാസുള്ള വണ്ടി വാങ്ങിയതിന് ശേഷം എന്ത് സംഭവിക്കുന്നു എന്ന് അറിയാതെയായിരിക്കും പലരും ഈ വണ്ടി വാങ്ങിക്കുന്നത്. ഹോണ്ടയുടെ ആക്ടിവ ഇ എന്ന് പറഞ്ഞ ഈ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1-2 നല്ല ഗുണങ്ങളുണ്ട്. പക്ഷേ അതുപോലെ തന്നെ ഒരുപാട് നെഗറ്റീവുകളും ഇതിനുണ്ട്. അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആദ്യം തന്നെ ഈ വണ്ടിയുടെ പ്രധാനപ്പെട്ട 2 ഗുണങ്ങൾ ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം, റേഞ്ച് ആങ്സൈറ്റി ഇല്ല. അതായത് ചാർജ് തീർന്നു പോകുമെന്നുള്ള പേടി നമുക്ക് വേണ്ട. അതായിരുന്നല്ലോ ഇത്രയും കാലം എല്ലാവരുടെയും പ്രശ്നം അല്ലേ. 5 മിനിറ്റിൽ താഴെ സമയം കൊണ്ട് നമുക്ക് ബാറ്ററി സ്വാപ്പ് ചെയ്യാം. അതുകൊണ്ട് തന്നെ എത്ര ദൂരം വേണമെങ്കിലും നമുക്ക് ഈ വണ്ടിയിൽ സഞ്ചരിക്കുകയും ചെയ്യാം. ബാറ്ററി തീരാനാവുന്ന സമയത്ത് നമുക്കൊന്ന് സ്വാപ്പ് ചെയ്യണമെന്ന് മാത്രം. ഈ പെട്രോൾ വണ്ടികളിൽ നമ്മൾ പെട്രോൾ തീരാനാവുമ്പം പെട്രോൾ ഫില്ല് ചെയ്യില്ല, അതേപോലെ തന്നെ. രണ്ടാമത്തെ കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബാറ്ററിയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയേ വേണ്ട എന്നതാണ്. ബാറ്ററിയുടെ മുഴുവൻ ഉത്തരവാദിത്വവും അവരുടേതാണ്, കമ്പനിയുടേതാണ്. പിന്നെയുള്ളത് ഹോണ്ട എന്ന ബ്രാൻഡാണ്. ആ വണ്ടിയുടെ അവർ കോംപ്രമൈസ് ചെയ്യാത്ത പ്രീമിയം ക്വാളിറ്റിയും. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ആദ്യ പടിയായിട്ട് ഹോണ്ട ഇന്ത്യയിലെ വളരെ ചുരുക്കം സിറ്റികളിൽ മാത്രമാണ് ബാറ്ററി സ്വാപ്പിംഗ് സ്റ്റേഷൻസ് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ആക്ടിവ ഇ എന്ന ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങിക്കണമെന്ന് ആഗ്രഹിച്ചാൽ പോലും ഇന്ത്യയിലെ 95% ആൾക്കാർക്കും അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആൾക്കാർക്കും നിലവിൽ അത് സാധ്യമല്ല. അതായത് ഈ വണ്ടി വാങ്ങിക്കാൻ സാധ്യമല്ല. ഇന്ത്യയിൽ മുഴുവനായിട്ടും ഇവർ ഈ സ്വാപ്പബിൾ സ്റ്റേഷൻ കൊണ്ടുവരുമോ എന്നതിനെക്കുറിച്ച് യാതൊരു ഐഡിയയുമില്ല. പക്ഷെ പറഞ്ഞു കേട്ടതനുസരിച്ച് ഹോണ്ടയും സുസുക്കിയും അതുപോലെ തന്നെ യമഹയും സംയുക്തമായാണ് സ്വാപ്പബിൾ സ്റ്റേഷൻസിന് വേണ്ടി ഇൻവെസ്റ്റ്മെന്റ് പദ്ധതി ഇട്ടിരിക്കുന്നത്. ഇനിയിപ്പം ഭാവിയിൽ ഇന്ത്യയിൽ മുഴുവൻ സ്വാപ്പബിൾ സ്റ്റേഷൻസ് കൊണ്ടുവരികയാണെങ്കിൽ തന്നെ നമ്മൾ അതിന് ഒരുപാട് വർഷം കാത്തിരിക്കേണ്ടി വരും. അത് തീർച്ചയാണ്. അപ്പോഴേക്കും പുതിയ വല്ല ബാറ്ററി ടെക്നോളജിയും വന്നാൽ ഇതിനെന്ത് സംഭവിക്കും എന്ന ചോദ്യവും നിലനിൽക്കുന്നുണ്ട്. പിന്നെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ബാറ്ററി സ്വാപ്പ് ചെയ്യുകയല്ലാതെ നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കില്ല എന്നതാണ്. ഈ സ്വാപ്പിംഗ് സ്റ്റേഷൻസ് എവിടെയാണോ ഉള്ളത് അവിടെ നമ്മൾ പോകണം. സ്വാപ്പിംഗ് സ്റ്റേഷൻ ഇല്ലാത്ത സ്ഥലത്ത് വെച്ച് നമ്മളെ ബാറ്ററി ഒന്ന് തീർന്നു പോയാൽ കുടുങ്ങി തന്നെ. പിന്നെയുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബാറ്ററി നമുക്ക് എടുത്തിട്ട് ഒരു ഓട്ടോറിക്ഷ വിളിച്ചിട്ട് ബാറ്ററി സ്വാപ്പിംഗ് സ്റ്റേഷൻ എവിടെയാണോ ഉള്ളത് അവിടെ പോയിട്ട് സ്വാപ്പ് ചെയ്തിട്ട് തിരിച്ചു കൊണ്ടുവരാം. ഇതിന് ഒരു ബാറ്ററിക്ക് 10 കിലോൻ്റെ അടുത്താണ് ഭാരം വരുന്നത്. അപ്പോൾ രണ്ടും കൂടി 20 കിലോഗ്രാം. അപ്പം ഏകദേശം
നമുക്ക് പൊക്കി കൊണ്ടുപോകാം, ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അതേപോലെ ഒരു ഫാമിലിയുടെ ഉപയോഗത്തിനാണ് കൂടുതൽ പേരും ഒരു സ്കൂട്ടർ വാങ്ങിക്കുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ സ്റ്റോറേജ് സ്പേസ് വളരെ നിർബന്ധമാണ് പലർക്കും. ആക്ടിവ ഈയുടെ 2 സ്വാപ്പബിൾ ബാറ്ററിയും സീറ്റിന് അടിയിലെ സ്റ്റോറേജ് സ്പേസിലാണ് ഇറക്കി വെച്ചിരിക്കുന്നത്. അവിടെ ആകെയുള്ള സ്പേസ് ബാറ്ററിയുടെ പിറകിലുള്ള ലേശം സ്ഥലമാണ്. ഒരുപക്ഷെ ഒരു റെയിൻകോട്ട് നമുക്ക് അവിടെ വെക്കാൻ സാധിച്ചേക്കും. അതേപോലെ മുന്നിലും 2 ചെറിയ പോക്കറ്റ് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അവിടെ USB-C ടൈപ്പ് ചാർജിങ് സോക്കറ്റും കൊടുത്തിട്ടുണ്ട്. മൊബൈൽ നമ്മൾ അവിടെ ചാർജ് ചെയ്യാൻ വെച്ചാലും ഈ പോക്കറ്റിന് ഹൈറ്റ് കുറവായതുകൊണ്ട് തന്നെ മൊബൈലിന്റെ പകുതി ഭാഗവും പുറത്താണ്. നമ്മൾ ഈ സ്കൂട്ടറിൽ ഒരു 40-50 km/h സ്പീഡിലൊക്കെ പോകുന്ന സമയത്ത് അറിയാണ്ട് ഒരു കുഴിയിൽ ചാടിയാലോ അല്ലെങ്കിൽ ഹമ്പ് ചാടിയാലോ മൊബൈൽ തെറിച്ചു പോകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. പിന്നെ ഞാൻ നേരത്തെ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബാസിന്റെ കാര്യം. അതായത് ബാറ്ററിയുടെ കാര്യം മുഴുവൻ കമ്പനി നോക്കിക്കോളും, അതുകൊണ്ട് നമ്മൾ പേടിക്കേണ്ട എന്ന്. പക്ഷെ അവിടെ നമ്മൾ നോക്കേണ്ടത് വണ്ടിയുടെ വിലയാണ്. ആക്ടിവ ഈയുടെ ബേസ് മോഡലിന് ബാറ്ററി ഒന്നുമില്ലാതെ ഷെല്ല് മാത്രമായിട്ട് റോഡിൽ ഇറങ്ങുമ്പോൾ നമ്മൾ നൽകേണ്ടത് 1,35,000 രൂപയാണ്. ടോപ്പ് എൻഡ് മോഡലിന് 1,70,000 രൂപയും. പക്ഷെ 4 kWh ബാറ്ററി അടക്കമുള്ള വണ്ടികൾ ഇതിനേക്കാൾ വില കുറച്ച് ഇന്ന് പല ബ്രാൻഡുകളും മാർക്കറ്റിൽ വിൽപ്പന നടത്തുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇതിന്റെ വില വളരെ കൂടുതൽ തന്നെയല്ലേ. ഇത് ഹോണ്ടയാണ്, പ്രീമിയം ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്, വില കൂടും എന്നൊക്കെ ചിലരെങ്കിലും പറയുമ്പോഴും ഹോണ്ടയുടെ പെട്രോൾ സ്കൂട്ടറിന്റെ വിലയുമായി ആക്ടിവ ഈയുടെ ബാറ്ററി ഇല്ലാതെയുള്ള വില ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കിയാൽ കാര്യം വ്യക്തമാവും. സംഭവം ഈ ബാറ്ററി സ്വാപ്പിംഗ് നെറ്റ്വർക്കിന് വേണ്ടിയിട്ട് ഒരുപാട് കാശ് ഇവർക്ക് മുടക്കേണ്ടി വരുമെന്ന് നമുക്കറിയാം. എന്നാലും ഒരു സാധാരണക്കാരൻ വാങ്ങേണ്ട വണ്ടിയാണ് ഇതെന്നും കൂടി ഹോണ്ട ചിന്തിക്കുന്നത് നല്ലതാണ്. ഓക്കെ, ഇനിയാണ് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം വരുന്നത്, ബാസ് ബാറ്ററി ആസ് എ സർവീസ്. അതായത് നമ്മൾ ആക്ടിവ ഈ ഓടിക്കണമെങ്കിൽ ആദ്യം തന്നെ 4,000 രൂപ സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് കൊടുത്ത് നമ്മളൊരു സബ്സ്ക്രിപ്ഷൻ പ്ലാൻ എടുക്കണം. 2 സബ്സ്ക്രിപ്ഷൻ പ്ലാനുകളാണ് ഇവർക്കുള്ളത്, ബേസിക് പ്ലാനും അഡ്വാൻസ് പ്ലാനും. ഓട്ടം കുറവുള്ളവർക്കാണ് ബേസിക് പ്ലാൻ. അത്യാവശ്യം നല്ല ഓട്ടമുള്ളവർക്ക് അഡ്വാൻസ്ഡ് പ്ലാൻ എടുക്കാം കേട്ടോ. ബേസിക് പ്ലാനിന് ഒരു മാസത്തേക്ക് നിങ്ങൾ നൽകേണ്ടത് 1,999 രൂപയും അതിന്റെ GSTയുമാണ്. അതായത് GST അടക്കം 2,359 രൂപ. ഒരു ദിവസം 40 കിലോമീറ്റർ വരെ ഓട്ടമുള്ളവർക്കാണ് ഈ പ്ലാൻ. അതേപോലെ ഒരു മാസം നമുക്ക് മാക്സിമം ഉപയോഗിക്കാൻ സാധിക്കുന്ന എനർജി ലിമിറ്റ് 35 kWh ആണ്. അതായത് ഏകദേശം 35 യൂണിറ്റ് കറണ്ട്. അഡ്വാൻസ് പ്ലാനിന് ഒരു മാസത്തേക്ക് നമ്മൾ നൽകേണ്ടത് 3,599 രൂപയും അതിന്റെ GSTയുമാണ്. അതായത് GST അടക്കം 4,247 രൂപ. ഒരു ദിവസം 100 കിലോമീറ്റർ ഓട്ടമുള്ളവർക്കാണ് ഈ പ്ലാൻ. അതേപോലെ ഒരു മാസം ഈ പ്ലാനിൽ നമുക്ക് മാക്സിമം ഉപയോഗിക്കാൻ സാധിക്കുന്ന എനർജി ലിമിറ്റ് 87 kWh ആണ്. അതായത് ഏകദേശം 87 യൂണിറ്റ് കറണ്ട്. എന്ന് കരുതി നമ്മൾ ഒരു മാസം അത്രയേ ഓടാൻ പാടുള്ളൂ എന്നല്ല കേട്ടോ, അത്രയാണ് ക്യാപ്പ് ചെയ്തിരിക്കുന്നത്. നമുക്ക് എത്ര വേണമെങ്കിലും ഓടാം, പക്ഷെ നമ്മൾ കൂടുതൽ ഓടുന്നതിനനുസരിച്ചിട്ട് ഓരോ സ്വാപ്പിങ്ങിനും നമ്മൾ ചാർജ് കൊടുക്കണം. പക്ഷേ ഓരോ സ്വാപ്പിങ്ങിനും എത്ര ചാർജ് ആണെന്ന് ഞാൻ കുറേ സ്ഥലത്ത് നോക്കി, ഇവരുടെ വെബ്സൈറ്റിൽ നോക്കിയിട്ട് എനിക്ക് കാണാൻ പറ്റിയില്ല. അതിനെപ്പറ്റി അറിയുന്നവരൊന്ന് കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഈ പ്ലാൻ പ്രകാരം നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് 100 രൂപയ്ക്ക് എത്ര കിലോമീറ്റർ സഞ്ചരിക്കാൻ സാധിക്കുമെന്ന് നോക്കാം. 18% GST അടക്കമാണ് ഞാൻ ഈ കണക്ക് നോക്കുന്നത് കേട്ടോ. ഒരു മാസം 35 kWh എനർജി ലിമിറ്റുള്ള ബേസിക് പ്ലാൻ പ്രകാരം ഒരു ദിവസം 40 കിലോമീറ്റർ വെച്ച് നമ്മൾ സഞ്ചരിച്ചാൽ ഒരു മാസം നമ്മൾ സഞ്ചരിക്കുന്നത് 1,200 കിലോമീറ്റർ ആണ്. അതിന് നമ്മൾ നൽകേണ്ടത് 2,359 രൂപയാണ്. എന്ന് വെച്ചാൽ നമ്മൾ 1 കിലോമീറ്റർ സഞ്ചരിക്കാൻ ഏകദേശം 2 രൂപയുടെ ചെലവ് വരുന്നുണ്ട്. കൃത്യമായി പറഞ്ഞാൽ 1 രൂപ 97 പൈസ. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ 100 രൂപയ്ക്ക് നമുക്ക് 51 കിലോമീറ്റർ സഞ്ചരിക്കാൻ സാധിക്കുമെന്നർത്ഥം. ഒരു പെട്രോൾ സ്കൂട്ടറിൽ നമ്മൾ 100 രൂപയ്ക്ക് പെട്രോൾ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 50 കിലോമീറ്റർ നമുക്ക് ഓടാൻ പറ്റൂല. അത്രയൊക്കെ മൈലേജ് എല്ലാ വണ്ടിക്കും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ ആക്ടിവ ഈ ഇലക്ട്രിക് സ്കൂട്ടർ കൊണ്ട് എന്ത് കാര്യമാണുള്ളത്, എന്ത് ലാഭമാണുള്ളത്? ഇനി നമുക്ക് അഡ്വാൻസ് പ്ലാനിൽ വല്ല മെച്ചമുണ്ടോ എന്ന് നോക്കാം. ഒരു മാസം 87 kWh എനർജി ലിമിറ്റുള്ള അഡ്വാൻസ് പ്ലാൻ പ്രകാരം ഒരു ദിവസം 100 കിലോമീറ്റർ വെച്ച് സഞ്ചരിച്ചാൽ ഒരു മാസം നമ്മൾ സഞ്ചരിക്കുന്നത് 3,000 കിലോമീറ്റർ ആണ്. അതിന് നമ്മൾ നൽകേണ്ടത് 4,247 രൂപയാണ്. എന്ന് വെച്ചാൽ 1 കിലോമീറ്റർ സഞ്ചരിക്കാൻ ഏകദേശം 1.5 രൂപ വേണമെന്നർത്ഥം. കൃത്യമായി പറഞ്ഞാൽ 1 രൂപ 42 പൈസ. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ 100 രൂപയ്ക്ക് നമുക്ക് 70 കിലോമീറ്റർ സഞ്ചരിക്കാൻ സാധിക്കുമെന്നർത്ഥം. ഈ ബേസിക് പ്ലാനിനെക്കാട്ടും കുറച്ചുകൂടി ഒരു മെച്ചം ഈ അഡ്വാൻസ് പ്ലാൻ ഉണ്ടെങ്കിലും നമ്മൾ ഒരു ഇലക്ട്രിക് സ്കൂട്ടറിന് ഇതൊന്നും അല്ലല്ലോ പ്രതീക്ഷിക്കുന്നത്. ഇനിയുള്ള പ്രതീക്ഷ ഹോണ്ടയുടെ QC1 മാത്രമാണ്. അതിന് ഫിക്സ്ഡ് ബാറ്ററി ആയതുകൊണ്ടും അതുപോലെ തന്നെ വീട്ടിൽ നിന്നും നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ടും അത്യാവശ്യം ഒരു സാധാരണക്കാരന് താങ്ങാവുന്ന വിലയായതുകൊണ്ടും വിജയിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. മാത്രമല്ല ഇത് ഇന്ത്യയിൽ മുഴുവൻ ലഭിക്കുകയും ചെയ്യും. ഈ QC1 ഓൺ ദ റോഡ് പ്രൈസ് ഏകദേശം 1 ലക്ഷം രൂപയ്ക്ക് അടുത്താണ് വരുന്നത്. ഈ QC1 റേഞ്ചും അതുപോലെ തന്നെ മോട്ടോർ പവറും ഒക്കെ വളരെ കുറവാണെന്നുള്ള കാര്യം സത്യം തന്നെയാണ്. എന്നാലും സിറ്റി പരിമിതിയിൽ ഈ റേഞ്ചിലും പവറിലും സംതൃപ്തിപ്പെടുന്നവർ ഒരുപാട് പേരുണ്ട്. ഹോണ്ട QC1 ടാർഗറ്റ് ചെയ്യുന്നതും ഇത്തരത്തിലുള്ള കസ്റ്റമേഴ്സിനെ തന്നെയാണ്.